ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, എന്താണോ ലോകം നടക്കാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചത് അത് നടന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്, അതും പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളിൽ. ഇതിന്റെ പ്രത്യാഘാതം എന്താകുമെന്നുള്ള ആശങ്ക ലോകത്തിന് മുന്നിൽ തന്നെ ഉണ്ട്. പക്ഷേ ഈ യുദ്ധപ്രഖ്യാപനം അല്ലെങ്കിൽ ഈ ആക്രമിച്ചു എന്നുള്ള പ്രഖ്യാപനം ട്രംപ് നടത്തുന്നതിനൊപ്പം പറഞ്ഞ മറ്റൊരു കാര്യം സമാധാനത്തിന് തുടക്കം കൂടി ആവുകയാണ് എന്നുള്ളത്. അപ്പോൾ നേരത്തെ സെജ്മോൻ ആന്റണി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതൊരു തുടക്കമാണോ അതൊരു ഒടുക്കമാണോ? എങ്ങനെയാണ് താങ്കൾ ഇതിനെ വിലയിരുത്തുന്നത്? ഇത് അവസാനത്തിന്റെ തുടക്കമാണോ അതോ ഇത് കേവലം ഒരു പുതിയ തുടക്കമാണോ? ഇത് മറ്റൊരു ചോദ്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ അമേരിക്ക ഏറെ കാലം പ്രതീക്ഷിച്ചിരുന്നത്, ദിവസങ്ങളോളം പ്രതീക്ഷിച്ചിരുന്നത്, കഴിഞ്ഞ 10 ദിവസമായി പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് ഏത് ഘട്ടത്തിലാണ് അമേരിക്ക രംഗത്ത് വരിക എന്ന്. ഇപ്പോഴിതാ അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 14 ദിവസം 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ അമേരിക്ക യുദ്ധത്തിൽ നേരിട്ട് വരുന്നതിനെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കൂ എന്ന് പറഞ്ഞിരുന്നത് ഒരു ഡിസ്റ്റോർഷൻ ടാറ്റിക്സ് ആയി ഇപ്പോൾ പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട്. കാരണം അമേരിക്ക നേരിട്ട് രംഗത്ത് വന്നു. കഴിഞ്ഞ രാത്രി തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. B-2 ബോംബറുകൾ അമേരിക്കയിൽ നിന്നും പറന്നുയർന്നപ്പോൾ തന്നെ വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു. അത് ഗുവാം ദ്വീപിലേക്ക് അത് മാറുകയും അവിടെ നിന്നും ഇത് റൂട്ട് ചെയ്യുകയും ചെയ്തു എന്ന രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് GBO-67 ഉൾപ്പെടെയുള്ള അതീവ പ്രഹരശേഷിയുള്ള പെനിട്രേഷൻ കപ്പാസിറ്റിയുള്ള ബോംബുകൾ, ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ലോകത്ത് മറ്റൊരു രാജ്യത്തിനും ആ രീതിയിലുള്ള പ്രഹരശേഷിയുള്ള ബോംബുകളില്ല എന്നതാണ് വാസ്തവം. അതിന് ക്യാരി ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഏക വിമാനം B-2 ബോംബേഴ്സ് മാത്രമാണ്. അത് അമേരിക്കയുടെ കൈവശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇസ്രയേലിന് ഒരു ആവശ്യം വന്നപ്പോൾ ഇസ്രയേലിന്റെ വിമാനങ്ങൾക്ക് ഫർദോയിലെ വളരെയധികം ആഴത്തിലുള്ള ഏതാണ്ട് 60 മീറ്ററിലധികം ആഴത്തിലുള്ള 200 മീറ്ററിലധികം ആഴത്തിലുള്ള ആണവ കേന്ദ്രം അത് ആക്രമിക്കണം എങ്കിൽ നേരിട്ട് ഇസ്രയേലിന് പറ്റില്ല എന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇസ്രയേലിന്റെ ഒബ്ജക്റ്റീവാണ് ആണവ കപ്പാസിറ്റി, ഇറാന്റെ ആണവ കപ്പാസിറ്റി പൂർണ്ണമായി നശിപ്പിക്കുക. ഇനിയും ഒരിക്കൽ പോലും ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു വിദൂര സാധ്യത പോലും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്ന ഇസ്രയേലിന്റെ ആ ഒരു പദ്ധതി അത് പൂർത്തീകരിക്കണമെങ്കിൽ അമേരിക്കയുടെ സഹായം അനിവാര്യമായി വന്നു. പക്ഷെ അനിവാര്യമായ സഹായമാണെങ്കിൽ പോലും അത് റെഡിലി അവൈലബിൾ ആകണമെങ്കിൽ ഒരുപാട് കടമ്പകൾ അമേരിക്കയ്ക്കും കിടക്കേണ്ടതുണ്ട്. ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ശ്രീ സെജ്മോൻ ആന്റണിക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം, അമേരിക്കൻ പൗരൻ എന്ന നിലയിൽ അവിടെ ഒരു സെനറ്റിനെയും ഹൗസ് റെപ്രസെന്റേറ്റീവ്സിനെയും ഒക്കെ ആത്യന്തികമായി കോൺഫിഡൻസിൽ എടുക്കേണ്ടതുണ്ട്. ഒരു നയവ്യതിയാനമാണ് എങ്കിൽ, പ്രത്യേകിച്ച് ഇതുപോലെ ഒരു അറ്റാക്ക് വരുമ്പോൾ കോൺഗ്രഷണൽ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പ്രസിഡന്റിന് സുഗമമായി മുന്നോട്ട് പോകാനാവൂ. അല്ല എങ്കിൽ നിരവധി ചോദ്യങ്ങൾ അമേരിക്കയ്ക്കുള്ളിൽ ഉയരും. മറ്റൊരു യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴച്ചു എന്ന പേരുദോഷം ട്രംപിന് കേൾക്കേണ്ടി വരും. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്ക അനാവശ്യ യുദ്ധങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു എന്ന പ്രഖ്യാപിത നിലപാടിനെതിരെ അമേരിക്ക രംഗത്ത് വരുന്നത് അലോസരമുണ്ടാക്കും. പ്രത്യേകിച്ച് മാഗ ക്യാമ്പിൽ, മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നത് ക്യാമ്പ് തന്നെയാണ്, ട്രംപിന്റെ പിന്തുണയ്ക്കുന്നവരുടെ ഒരു ക്യാമ്പാണ്. അവിടെ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ റിപ്പോർട്ടുകൾ ഉണ്ടായത്. പക്ഷേ എന്തായാലും ഇതൊരു വൺ ടൈം അറ്റാക്ക് എന്ന നിലയിലാണ് ഇപ്പോൾ ട്വീറ്റിലൂടെ അമേരിക്കൻ പ്രസിഡന്റ്, അല്ലെങ്കിൽ ട്രൂത്ത് സോഷ്യലിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് വൺ ടൈം അറ്റാക്ക് ആണ് എങ്കിൽ അത് കൃത്യമായി പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. അത് തുടർന്ന് ഒരു വേവ് ഓഫ് അറ്റാക്കിന്റെ തുടക്കമല്ല, ഒറ്റ സമയത്താണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു. അതിനർത്ഥം ഫർദോയിലെയെങ്കിലും ആണവ നിലയത്തിന് പൂർണ്ണമായി പരിഹരിക്കാനാവാത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്ന ക്ലെയിമാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു ആക്രമണവും ഏകപക്ഷീയമായി ഈ ലോകത്ത് അവസാനിക്കുന്നില്ല എന്നതാണ് ലോകത്തിന്റെ സമീപകാല ചരിത്രം. ആക്രമണത്തിന് പ്രത്യാക്രമണം ഉണ്ടാകും. അത് ഏത് രൂപത്തിൽ, ഏത് സമയത്ത്, എപ്പോൾ, എവിടെ, ഇതിൽ മാത്രമാണ് സംശയം. അതെ, ആ സംശയം, ആ ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ദയവായി തുടരുക.